നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ്. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല. ഒരു അസ്തമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയവും ഉണ്ടാവും. അങ്ങനെയാണ് ജീവിതവും പ്രകൃതിയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ആരും ശ്രേഷ്ഠനോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ സമാനതകളില്ലാത്തവരാണ്. നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കാത്തതിനെ ഉപേക്ഷിക്കുവാനുള്ള ധൈര്യം കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്ന്. ആളുകൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള തോന്നലുകൾ മാറ്റിയെടുക്കാൻ വേണ്ടി വെറുതെ സമയം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായി ചെയ്യുക. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് നമ്മൾ കരുതിയതുപോലും നമ്മളിൽ എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം. പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച ലീഡറാക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്നവർ ആണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ നമ്മളെ കുറ്റം പറയുന്നവർ ഉണ്ടാകും. അതാണ് ജീവിതം. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും നേരിടാൻ കഴിയില്ല. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. വഴക്ക് കൂടാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടും. എന്നാൽ വഴക്കില്ലാതെ അടുപ്പത്തോടെ ഇരിക്കാൻ ഒരു കാരണം എപ്പോഴും നമ്മൾ കണ്ടെത്തണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ചൊരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മൾ അവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുകൂടിയാണ്. സ്നേഹിക്കാൻ ഒരു കുടുംബവും കുറച്ച് നല്ല കൂട്ടുകാരും തലചായ്ക്കാൻ ഒരു വീടുമുണ്ടെങ്കിൽ അതും സമ്പന്നതയാണ്. നിങ്ങൾ ഒരിക്കലും സ്വയം തോറ്റുകൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്കാവില്ല. മിക്ക കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് വരുന്നില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി വെറുതെ സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്കത് തോന്നും.